السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤتي الحكمة ومن يؤتى الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا العظيم. إن الناس لكم طبع وإن رجالا يأتونكم من أقطار الأرض يتفقهون في الدين فإذا أتوكم فاستوصوا بهم خيرا. وصدق رسوله الكريم. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത സാദാത്തുക്കളെ, സമസ്ത നേതാക്കളായ ഉലമാക്കളെ, മറ്റ് ഇവിടെ പങ്കെടുത്ത ഉലമാക്കളെ, ഉമറാക്കളെ, സനദ് ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന പണ്ഡിതന്മാരെ, ഈ സ്ഥാപനത്തിന് പല നിലക്കും സഹായിച്ച സഹോദരങ്ങളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ടു വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മഹത്തായ സ്ഥാപനത്തിൽ ഉയർച്ചയിലായി അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ് എന്ന ഹദീസ് എല്ലാ ആളുകൾക്കും അറിയുന്ന ഹദീസാണ്. അപ്പം ബഹുമാനപ്പെട്ട ദീൻ നിലനിൽക്കണമെങ്കിൽ ഇൽമുണ്ടായേ പറ്റൂ. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ദർസും മറ്റും ശരിയായി നടത്താൻ പറ്റിയ ചില ആളുകൾ എക്കാലത്തും വേണം. അതുപ്രകാരം തന്നെ പൊതുജനങ്ങൾക്ക് ഉപദേശം വഴന്നു പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിനെ നന്നാക്കി തീർക്കുന്ന മറ്റൊരു വിഭാഗം ഇവിടെ വേണം. ആഖിറസമാനാകുമ്പോൾ പ്രത്യേകിച്ചും ദീനിന്റെ എതിരാളികളുണ്ടാവും. അപ്പൊ ഈ ലോകത്ത് 2-3 വിഭാഗം ഏതായും ഏത് സമയത്തുണ്ടാവും. അതായത് ഉയർന്ന് പഠിക്കണം, നല്ല ഫഖീഹാവണം, നല്ല മുദർരിസാവണം, നല്ല മുഫ്തിയാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അതിനൊന്നും പെട്ടെന്ന് സാധിച്ചെന്ന് വന്നോളൊന്നുമില്ല. അതുകൊണ്ട് നല്ല ഉപദേശം കേട്ട് മനസ്സൊക്കെ ക്ലിയറായി നന്നായി ജീവിച്ച് മരിക്കണം എന്നുള്ളൊരു വിഭാഗം. അവർക്ക് നന്നായിട്ട് വഴന്നു പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമൂഹം ഇവിടെ വേണം. മറ്റൊന്ന് ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ദീന്റെ എതിരാളികൾ എക്കാലത്തുണ്ടാവും. ആഖിറസമാനാവുമ്പോൾ പ്രത്യേകിച്ച് വർദ്ധിച്ചു വരും. ഉണ്ണി നബി തന്നെ പറയുകയുണ്ടായി, എന്റെ സമൂഹത്തിൽ 73 സംഘം തിരിഞ്ഞു വരും എന്ന്. അതിൽ ഒരു സംഘം മാത്രം വിജയിച്ചവര്, മറ്റ് 72 സംഘം നരകത്തിലാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ മുസ്ലിം സംഘടനകളാണ് ആ 73 പിരിയുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അമുസ്ലിമീങ്ങളും മറ്റൊക്കെ കൂട്ടിപ്പിടിച്ചാണ് 73 700 കഴിയൂല. അപ്പൊ അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹം 1073 സമൂഹമായി പിരിയും. അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, പല ശാഖകളായിക്കൊണ്ട്. ഒരു പാർട്ടി മാത്രമേ അതിൽ വിജയിച്ചവരുള്ളൂ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ പാർട്ടി ഏത്?
മറ്റ് 73 വിഭാഗത്തിന്റെ വാദങ്ങൾ, അതിന്റെ തകരാറ് എന്താണ്? ഇതൊക്കെ പഠിച്ച ഒരു വിഭാഗം എക്കാലത്തും ഈ ലോകത്ത് വേണം. എങ്കിൽ മാത്രമേ ദീൻ നിലനിൽക്കുള്ളൂ. നല്ല മുദരിസായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തദ്രീസ് നൽകി അവരെ ഉയർത്താൻ പറ്റിയ വിഭാഗം വേണം. നല്ല വഅള് കേട്ടിട്ട് നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വേണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഈ വിഷയം പല നിലക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നുവൽ തക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾപ്പെട്ട ഒരു വിഭാഗം ഉണ്ടാവണം. യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, ഇവിടുത്തെ മുൻകറാത്തുകൾ നിഷേധിക്കുന്ന മഅറൂഫാത്തായ കാര്യങ്ങൾ ജനങ്ങളെ ഉപദേശിച്ച് കൽപ്പിച്ച് നന്നാക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതൊക്കെ താനുണ്ടാവുന്ന കാര്യമല്ല. വളരെ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ചുണ്ടാകണം. 2 വിഭാഗം മാത്രമുണ്ടെങ്കിലാണ് ഇവിടെ ചുരുങ്ങിയത് ഇവിടെ ദീൻ നിലനിൽക്കുള്ളൂ. ഒന്ന് ഉമറാക്കളെ അങ്ങനെ പഠിപ്പിച്ച് ഉണ്ടാക്കി തീർക്കാൻ കഴിയൂല. അത് അല്ലാഹു തആല ഉദ്ദേശിച്ച ആളുകളെ പരീക്ഷണത്തിന് വേണ്ടി നേതാവും കാക്കി വെക്കും. മറ്റേ വിഭാഗം ഉലമാ എന്നത് പഠിപ്പിച്ച് വളർത്തന്നെ വേണം. താനെ ഉലമാ ഉണ്ടാവും. ഉമറാക്കളെ അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കി കോളേജിൽ നിന്ന് വാർത്തെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഉലമാവിനെ വാർക്കണ കോളേജ്. ഇതുപോലത്തെ നന്ദി കോളേജ്, ജാമിയ നൂരിജ കോളേജ്, അങ്ങനെ പല കോളേജുകളുണ്ട്. ഉമറാക്കളെ വാർക്കുന്ന കോളേജ് നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടായിട്ട് കാര്യമില്ല. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട ചില ആളുകളെ താൽക്കാലികമായി ആ രംഗത്ത് എത്തിക്കും. എന്നിട്ട് അവന്റെ പ്രവർത്തനം വീക്ഷിച്ചതിനനുസരിച്ച് അവന് കൂലിയെടുക്കും. അത് വാർത്തെടുക്കാൻ കഴിയില്ല. ഈ സമൂഹം അത് വാർത്തെടുക്കുക തന്നെ വേണം. ആയത്ത് വേറെയും പറയുന്നു, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. ദീനിൽ ഇൽമു കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്നൊരു പാർട്ടി എന്താ പോകാത്തത്? ലിയുൻദിറൂ ഖൗമഹും ഇദാ റജഉ ഇലൈഹിം. അവരെ ജനങ്ങളെ വളരെയധികം ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി ലഅല്ലഹും യഹ്ദറൂൻ, എന്നാ ജനങ്ങൾ നന്നായിത്തീരും. അതിനുവേണ്ടി ഒരു സംഘം എന്താ നിങ്ങൾ പോകാത്തത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സംഘം എക്കാലത്ത് ഇവിടെ ഉണ്ടാവണം, അത് ഉണ്ടാക്കണം. മുസ്ലിം സമൂഹമാണ് അത് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മുടെ മുൻഗാമികൾ ഇത്ര വലിയ സ്ഥാപനങ്ങളെല്ലാം പടുത്തുയർത്തി ഉലമാവിനെ വാർത്തകളുള്ളത്. ധാരാളം ആലിമീങ്ങൾക്ക് എന്നിവിടെ സനത് കൊടുക്കാൻ ആനായ തങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആഖിറസമാൻ വരും തോറും ഈ മേലെ ചുരുങ്ങി വരും. എത്രയോ വലിയ വലിയ പള്ളി ദർസുകൾ, മഖ്ദൂമിയങ്ങൾ നടത്തിയ വലിയ വലിയ പള്ളി ദർസുകൾ, പൊന്നാണി വലിയ ജുമാഅത്ത് പള്ളി ആസ്ഥാനമായി അതൊക്കെ ക്ഷീണിച്ച്. ഇപ്പോൾ നമ്മളെ കാരണവന്മാരെ ആധാരക്കെട്ട് വെച്ച് ഞങ്ങളൊക്കെ സമീപിക്കുകയാണ്. ഞങ്ങളെ മാതാപിതാക്കൾ ഇത് ഇതർക്ക് വേണ്ടി ഒപ്പ് ചെയ്താണ്, ഞങ്ങൾക്ക് മുതലിൻ്റെയും കിട്ടണ കുട്ടികളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് നടക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ആഖിറസമാനില്ല, അങ്ങനത്തെ ആ വകുപ്പ് ചുരുങ്ങി വരും. മറ്റ് ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിൽ ലക്ഷക്കണക്കിൽ ചെലവാക്കിക്കൊണ്ട് അതിന് വല്ലാത്ത ആളുകളുണ്ടാവും. ധാരാളം ആളുകളുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇതിൽ വരുന്ന അപാകത പരിശുദ്ധ ഖുർആനിൽ തെറ്റുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ലല്ലോ. യുത്തിൽ ഹിക്മത മൻ യശാ, ഹിക്മത്തിന് അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. വമൻ യൂതൽ ഹിക്മത, ഹിക്മത്ത് നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, ധാരാളം ഖൈർ അവൻ നൽകപ്പെട്ടു. പക്ഷേ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമാണ് ഈ വിഷയം ചിന്തിക്കൽ.
അപ്പോൾ ഈ കാലഘട്ടത്തിൽ അധിക വിദ്യാർത്ഥികളും പഠിക്കാൻ മുമ്പൊക്കെ പോയിരുന്ന അവരെ പിൻഗാമികളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് എന്തങ്ങനെ മൂല്യരായി കിട്ടുക, ഒരു മൂല്യരായതുകൊണ്ട് എന്ത് കിട്ടും? പരിശുദ്ധ ഖുർആൻ പറയണേ എല്ലാ ഹൈറും ഒരാൾക്ക് ചെയ്യാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഹിക്മത്ത് നൽകും. ഹിക്മത്ത് എന്നതിൻ്റെ അർത്ഥം അമൽ, ഇൽമ് ശരിക്ക് പഠിച്ചു, അതനുസരിച്ച് അമലും വേണം. ഇന്ന് അധിക വിദ്യാർത്ഥികൾക്കും ആ ചിട്ടപ്രകാരം പഠിച്ചതിനനുസരിച്ചുള്ള അമലില്ല. അപ്പോൾ അത് രണ്ടും കൂടി കൂടാത്തത് കൊണ്ട് അതിന് വലിയ ഗ്യാസ് കിട്ടില്ല. അപ്പം പിന്നെ അവർ ചോദിച്ചു എന്താ ഇപ്പം ഇതിന് കിട്ടല്? നമ്മൾ ഉസ്താദന്മാരായ പല മഹാന്മാർ അവരെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്താ അതിന് കിട്ടിയെന്നൊക്കെന്ന് ചോദിച്ചാൽ ഒരുപാട് കിട്ടി. മഹാനായ കണ്ടിയത്തുസ്താ തങ്ങളവറുകൾ, അല്ലാമ കുത്തുബി തങ്ങളവറുകൾ, അവരോടൊക്കെ ചോദിച്ചാൽ എത്താതുകൊണ്ട് കിട്ടുക എന്ന് ചോദിച്ചില്ല. ഇതുകൊണ്ടേ കാര്യമായിട്ടൊക്കെ കിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് കിട്ടുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞു യുത്തിൽ ഹിക്മത്തമൻ യശാ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് ഹിക്മത്ത് കൊടുക്കും. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ അമൽ, അവൻ പഠിച്ചതനുസരിച്ച് കറക്റ്റായിട്ട് അമൽ. അങ്ങനെയാണ് ചെയ്തു വന്നാൽ പിന്നെ നമ്മൾ വൈകിയ ഉസ്താദന്മാരെ മാതിരി ഹൈ പവറിൽ വരാം. അപ്പം എന്താ കിട്ടൽ? കിട്ടുന്നത് മുഴുവൻ നുണന് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അവർക്ക് പറയാനുള്ളത്. നമ്മളെ കാലം വന്നപ്പോൾ അവർ കുറേ മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താ ഇതുകൊണ്ട് തലകെട്ട് കെട്ടി 10-15 കൊല്ലം അങ്ങനെ മെനക്കെട്ടിട്ട് എന്ത് കിട്ടാനാണ്? ഒരു മദ്രസ മുഅല്ലിമാവും, അതല്ല വേറെ എന്തൊരു ബാങ്ക് കൊടുക്കുന്ന ഒരാളാവും എന്നല്ലാണ്ട് എന്ത് കിട്ടും എന്നാണ് ചോദ്യം. ഖുർആൻ പറഞ്ഞത് കിട്ടലൊക്കെ അതുകൊണ്ടാണ് കിട്ടല്. അസ്ബാബുൽ ഗൈന പല നിലക്കുമുണ്ട്. കച്ചവടം കൊണ്ട് ഐശ്വര്യം കിട്ടിയേക്കും ചില ആൾക്ക്, ചില ആളുകൾക്ക് ഗൾഫ് പോയ സൗകര്യം കിട്ടിയേക്കും. പക്ഷേ അത്തുക്കനും അസ്ബാബിൽ ഗൈന, ഗൈനന്റെ സബബുകൾ വെച്ച് ഏറ്റവും ശക്തിയുള്ളത് മഹാന്മാർ പറഞ്ഞത് ഈ ഹിക്മത്ത് കരസ്ഥമാക്കലാണ്. അതായത് ശരിയായ ഇൽമും അനുസരിച്ച് അമലും റെഡിയായിട്ടാണ് ചെയ്താൽ ഏറ്റവും വലിയ ഐശ്വര്യം. ഇങ്ങനെ കമച്ചു വെക്കുന്ന ഒരു ഐശ്വര്യം ഇദ്ദുന്യ വഫിൽ ഖബരി വഫിൽ ആഖിറ. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ദുന്യാവിലും ഖബറിലും ആഖിറത്തിലും മുതലാളിയാണ്. അതാണ് നമ്മൾ മുൻകഴിഞ്ഞ മഹാന്മാരായ ഉസ്താദന്മാർ പഠിക്കേണ്ട കാലത്താണെന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് കിട്ടുകയെന്ന് കിട്ടുമെന്ന് നോക്കുക. അപ്പം നമ്മളിൽ നിന്ന് അമല് അതിൻ്റെ ശിഷ്ടപ്രകാരമുള്ളത് കുറേ നഷ്ടപ്പെട്ടു പോയി. അപ്പം അതിൻ്റെ ഫലം അനുഭവപ്പെടാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട പുണ്യനബിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ യുരിദില്ലാഹു ബിഖൈർ യുഫഖിഹുഹു ഫിദ്ദീൻ. എല്ലാ ഹൈറും അല്ലാഹുവിന് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, എല്ലാ ഹൈറും എന്ന് പറഞ്ഞാൽ ദുന്യാവിലും ഖബറിലും അതിൻ്റെ ശേഷമൊക്കെ എല്ലാ ഹൈറും അവന് കൊടുക്കാൻ തീരുമാനിച്ചാണെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അല്ലാഹു തആല അവനെ ഒരു ഫഖീഹാക്കും, വലിയൊരു ആലിമാക്കും, ഒരു ഉഖറവയെ പണ്ഡിതനാക്കും. അത് അങ്ങനെ ആയി വരുമ്പോൾ എല്ലാ ഹൈറും അവന് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ മേഖലയിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നു എത്താതുകൊണ്ട് കിട്ടില്ല, കിട്ടുകയെന്ന്. അപ്പം നമ്മൾ വഴി വഴിച്ച് പോയിട്ടുണ്ട് കുറേ ആളുകൾ. അതായത് ഇങ്ങനെ പഠിച്ചങ്ങനെ പഠിച്ചു, ആ പഠിച്ചതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യണില്ല. നിസ്കരിക്കൽ എങ്ങനെ എന്ന് നമ്മൾ പഠിക്കുന്ന കിതാബിലുണ്ട്. ഇന്നിയൊക്കെ രീതിയിലാണ് നിസ്കരിക്കേണ്ടത്. അവന് ഹുളൂറുൽ ഖൽബ്, അതിൻ്റെ എല്ലാ ആദാബും മര്യാദ അനുസരിച്ച് നിസ്കരിക്കണം. ഇതാണ് നമ്മൾ ഉസ്താദന്മാർ ചെയ്തിരുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. അപ്പോൾ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ ദുന്യാവിലും ഖബറിലും അതിന് ശേഷം കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ഈ വകുപ്പാണ്. പക്ഷേ ഈ വകുപ്പിനെ കറക്റ്റായിട്ട് ഇപ്പം തലമുറ അത് ശരിക്കും ഉപയോഗിക്കാത്തതുകൊണ്ട്, വലിയ ഫലവത്തായി കാണാത്തതുകൊണ്ട് ഉസ്താദ് രക്ഷിതാക്കന്മാരും കുട്ടികളും ചോദിക്കും എത്താതുകൊണ്ട് കിട്ടുക. അപ്പം നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പഠിച്ചത് പ്രാവർത്തികമാക്കണം. മൻ അലിമ ബിമാ അമില, മൻ അമില ബിമാ അലിമ, അറിഞ്ഞതുകൊണ്ട് അമൽ ചെയ്താൽ അല്ലമഹുല്ലാഹു മാ ലം യഅലം, അറിയാത്ത പലതും അല്ലാഹു പഠിപ്പിക്കും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ഗൈബിയായ ഇൽമുകളും നൽകും എന്നുള്ള നിബന്ധന
പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. എന്നാൽ വേറെ പല മഖാമുകളും സ്ഥാനങ്ങളും അങ്ങോട്ട് കൊടുക്കും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുൻകഴിഞ്ഞ ഉസ്താദന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടതാണ്. അപ്പം നമ്മൾക്ക് എൻ്റെ ദേഹത്തിനോടും നിങ്ങളോടും പറയാനുള്ളത്, നമ്മൾ പഠിച്ചത് വളരെ ചിട്ടയിൽ മുഅക്കദായ സുന്നത്തൊന്നും ഒഴിക്കാതെ നമ്മൾ പഠിച്ചത് മുഴുവൻ കഴിവതും പ്രാവർത്തികമാക്കിയാൽ അതിൻ്റെ ഉയർച്ചയാണ്. ഉസ്താദന്മാരൊക്കെ ഉയർന്നത് അങ്ങനെ. അതിനെ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലദീന ജാഹദു ഫീന, നമ്മളിൽ ജിഹാദ് നടത്തിയവർ, കഠിനാധ്വാനം ചെയ്ത് പഠിച്ചവർ, ലനഹ്ദിയന്നഹും സുബുലന, നമ്മളെ പ്രത്യേക വഴികൾ നാം അവർക്ക് പിന്നീട് മനസ്സിലാക്കി കൊടുക്കും. ലദുന്യായ അറിവും അവനക്ക് നൽകും. ലദുന്യായ അറിവ് കിട്ടണമെങ്കിൽ ശരിയായ നിയമപ്രകാരം വളരെ ചിട്ടയിൽ ജീവിച്ച് പാടണം. ഇന്ന് കഠിനാധ്വാനമില്ല, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കലില്ല. അപ്പൊ എത്ര പോന്നോട് കിട്ടണമെന്ന് ചോദ്യം ബാക്കിയാകും. അത് നമ്മൾ വളരെയധികം കരുതണം. ചില മഹാന്മാർ പാടിയത് എന്റെ അധ്വാനത്തിന്റെ കണക്കനുസരിച്ച് വലിയ വലിയ ഉയർന്ന സ്ഥാനമാനങ്ങൾ എനിക്ക് കൈവശപ്പെടുത്താം. അമം തലബൽ ഉലാ സഹറല്ലയാലി, ഉയർന്ന സ്ഥാനം ആഗ്രഹിക്കുന്നു എങ്കിൽ രാത്രി ഉറക്കളച്ചും പഠിച്ചേണ്ടി വരും, ഉറക്കളച്ചും ഭാഗത്തെടുക്കേണ്ടി വരും. മഹാന്മാർ ചില സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ തഹജ്ജുദാണ് 2 റക്അത്ത് കൂടി നിസ്കരിച്ചില്ല. സുബഹിന്റെ നിസ്കാരം ഇശാന്റെ ഒളു കൊണ്ട് നിസ്കരിക്കുന്നവൾ രാത്രി ഉറങ്ങുന്നില്ല. അത്ര വലിയ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാന്മാരെ എണ്ണിയ കൂട്ടൽ ഒന്ന് മുപ്പരാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പുതിയാപ്പള സഈദ് ബിൻ മുസയ്യിബ്. യസീദിന്റെ പട്ടാളം മദീനയിൽ വളഞ്ഞു. യൗമുൽ ഹറയിൽ മദീന പള്ളി കുറേ ദിവസം ഖാലിയായി, ആൾക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിൽ പട്ടാളം വളഞ്ഞിട്ടു. പള്ളിയിൽ ഒരേ ഒരു വ്യക്തി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അവർക്കൊരു പേടിയില്ല. കാരണം ആ യാതി നിലക്കാണ് മൂപ്പര ഇൽമും അമലും മൂപ്പർ ഉപയോഗിച്ചത്. ആരെ പേടിച്ചിന്? റബ്ബുൽ ഇസ്സത്തിനല്ലാണ്ട്. മൂപ്പര് പള്ളിയിലുണ്ടായിരുന്നു സഈദ് ബിൻ മുസയ്യിബ്. ബാങ്ക് കൊടുക്കുന്ന സംഗതിയൊക്കെ ബന്ധായി കുറേ ദിവസം. പുണ്യനബിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന്റെ ഈണം കൊണ്ടായിരുന്നു മഹാനവറുകൾ നിസ്കാരം കിട്ടിയിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഒരാളില്ല, ഒരു കുട്ടിയാണ് കിടക്കാൻ കഴിയില്ല, പട്ടാളം വളഞ്ഞൊക്കെയാണ്. പക്ഷെ മുപ്പർക്കാവുന്ന കുറിച്ചില്ല. അപ്പൊ അതിൽപ്പെട്ട ഒരു മഹാനായിട്ട് എണ്ണുന്നത് രാത്രി ഒന്നായിട്ട് ഉറക്കളച്ചിട്ട് ഇശാന്റെ ഒന്നുകൊണ്ട് സുബഹിസ്കരിക്കുന്നവർ ഫുളൈൽ ഇബ്നു ഇയാദ് മഹാന്മാരെ എണ്ണുന്ന മറ്റൊരു വ്യക്തി, അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു, ഹബീബുൽ അജമി, ഇവരൊക്കെ ആ ജാതിക്കാരാണ്. രാത്രി ഉറങ്ങണർക്കാനില്ല, ഇബാദത്തും തഖ്വയും. അപ്പൊ അവർക്കൊക്കെ വലിയ ഹൈ പവർ ഉണ്ടായി. റാബിയത്തുൽ അദവിയ്യ മഹദിയും പെണ്ണുങ്ങളുണ്ട്, അങ്ങനെ വലിയ വലിയ മഹാന്മാരുണ്ട്. അവരൊക്കെ രാത്രി ഉറങ്ങാതെ ഇബാദത്തും തഖ്വയായിട്ട് പോകുന്നവരാണ്. അവർക്കൊരു പേടി, ഒരാളെ പേടിയില്ല. യസീദിന്റെ പട്ടാളം വളഞ്ഞിട്ടും വാങ്ങിയില്ല. റാബിയത്തുൽ അദവിയ്യ മഹദി ഒരടിമ സ്ത്രീയായിരുന്നു ആദ്യം. വിരൂപിയായ കറുത്ത ഒരു മെല്ലിച്ച ഒരു പെണ്ണാണ്. മൂപ്പര് ആ പെണ്ണിന്റെ ഉടമസ്ഥൻ ചെയ്ത് അതിനെ കൊണ്ട് വൈകിനിക്ക് പെണ്ണിന്റെ ആവശ്യമായിട്ട് തന്നാണ്. അച്ഛൻ പറ്റൂല. അങ്ങനെ അടിമ കച്ചവടം ചെയ്യുന്ന ചന്തയിൽ കൊണ്ടുപോകും വിറ്റുകിട്ടാൻ. അങ്ങനെ ചില സമയത്ത് 1, 2, 3 വട്ടം മടങ്ങി ആർക്കും ഓളില്ല. പിന്നെയും കൊണ്ടുവരും.
പിന്നത്തെ ചന്ത വരുമ്പോൾ പിന്നെയും കൊണ്ടുപോകും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു മുതലാളി അയാളിത് കണ്ട് ഇങ്ങനെ ഇയാളിത് എന്നും ബുക്കം കൊണ്ടുവരുന്നു, ചെലവൊന്നും അറിയില്ല. അപ്പം അയാൾ പറഞ്ഞ് ഏതായാലും എത്തിച്ച് ചെല്ലിയാൽ വലിയ പുണ്യമുണ്ടല്ലോ, നമുക്ക് മറ്റാവശ്യത്തിനൊന്നും പറ്റൂലെങ്കിലും ശരി അതിനെ വാങ്ങിയിട്ട് എത്തിച്ചില്ല ഞാൻ തയ്യാറാണ് എന്ന് മഹാനവർ പറഞ്ഞ് ആ പെണ്ണിനെ വാങ്ങി പൈസയും കൊടുത്തു എത്തിക്കും ചെല്ലി. മഹദി പിന്നെ നേരിട്ട് പോയത് അക്കാലത്തുള്ള വലിയൊരു ഷെയ്ഖ്, ഒരു മുറബിയായ ഷെയ്ഖിനെ കൈ തുടർത്തിലാണ് പോയത്. അങ്ങനെ മഹദി ഇൽമ് പഠിച്ചു, ഇബാദത്തിൽ മുഴുകി, എത്രത്തോളം രാത്രി ഉറങ്ങാത്ത രീതിയിൽ ഇശാന്റെ ഒന്നുകൊണ്ട് സുബഹിസ്കരിക്കുന്ന അവസ്ഥയിൽ പണിയെടുത്തു. റാബിയത്തുൽ അദവിയ്യ. അപ്പൊ ഒന്നായിട്ട് ഇക്കാരം ഉറങ്ങാതെ ഇബാദത്തിനെ കൊടുത്തതിന് മുമ്പ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് വലിയ ഉയർച്ചയായി. മിസ്റിലെ മഹദി താമസിക്കുന്ന ആ കുടിലിന്റെ മുന്നിൽ നേരെ അങ്ങോട്ട് ബൊൽത്താൽ വൈകുന്നേരമാകണമെങ്കിൽ ആള് ക്യൂ ആണ്. ആരാണ് ഈ ക്യൂ? സുഹാദ് മിസ്ർ ഉലമാ കുഹാ, മിസ്ർ ആലിമീങ്ങൾ, സാഹിദീങ്ങൾ, മിസ്രിലുള്ള വലിയ വലിയ മഹാന്മാർ ഈ മഹദിയുടെ വീടിന്റെ മുന്നിൽ ക്യൂ ആണ്. എന്താ ഓരോ വിഷയം പറയാനും വാഴപ്പിക്കാനും വരികയാണ്. ഒരു കൊല്ലം തീരുന്നതിന്റെ മുമ്പ് വലിയ ഉയർന്ന സ്ഥാനത്തെത്തി എന്ന് മഹാന്മാർ റാബിയത്തുൽ അദവിയെ പറ്റി പറഞ്ഞു. അങ്ങനെ പെരുത്താവ്. ഇങ്ങനത്തെ മഹാന്മാരും മഹദികളും ഉണ്ടാവുമ്പോൾ നമ്മൾ എൽമു പഠിക്കുന്ന നമ്മൾ ഒരു 2 റക്അത്ത് കൂടി താഴെ പിന്നെ എങ്ങനെ ഉയർച്ച കിട്ടുക? അപ്പം അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു പോരണം. എന്നെങ്കിൽ ഇത് കിട്ടാതുകൊണ്ട് കിട്ടുക എന്ന ചോദ്യത്തിന് മറുപടി ഇട്ടുള്ളൂ. ദീനിന്റെ ആപത്ത് പല നിലക്കും വരും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആപത്തുൽ ദീന് സലാസത്തുൻ ഇമാമുൻ ജാഇർ, അക്രമിയായ ഒരു ഇമാം കുടുങ്ങിയാൽ ദീനിന് വലിയ കേടാണ്. ഫഖീഹുൻ ഫാജിർ, ആലിമാന്നൊക്കെ പറയുമ്പോൾ ആള് മഹാൻ മോശമാണ്, ഫാജിറാണ്. അങ്ങനത്തെ ഫഖീഹ് ദീനിന് വലിയ അപകടമാണ്. അപ്പോൾ മുജ്തഹിദുൻ ജാഹിൽ, ജാഹിലായ മുജ്തഹിദ്, ആള് മുജ്തഹിദാന്ന് അഭിനയിപ്പൊന്നും ഒരു ചുക്കും അറിയില്ല. അങ്ങനത്തെ ആളുകളാണ് ഈ 72 സംഘത്തിൽ നേതാവല്ലേ. മുജ്തഹിദാന്ന് പറയും, ഒരു ചുക്കും അറിയില്ല. ആ മുജ്തഹിദുൻ ജാഹിലിനെ കൊണ്ടുവരുന്ന അപകടത്തിന് കണക്കില്ല. ഈ 73 സംഘമായിട്ട് പിരിയുന്നതിൽ 72 അങ്ങനെയാണ്. അതാണ് അവർ ഇമാം ഷാഫി, അബൂ ഹനീഫത്തുൽ കൂഫി തുടങ്ങിയുള്ള മഹൽ ഇൽമിന്റെ കടലുകൾ മനസ്സിലാക്കിയതിന് എതിരായിട്ട് അവർ പറയാൻ കാരണം. അവരൊക്കെ തറാവി എരിവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് എത്താന്ന് മുജ്തഹിദുൻ ജാഹിലായതുകൊണ്ട്. അപ്പൊ അവരൊക്കെ തടയണമെങ്കിൽ ഒരു വിഭാഗം ഇൽമ് ഇവിടെ പഠിച്ചവർ വേണം. ഇന്നതാണ് അവർക്കുള്ള തകരാറ്, ആ തകരാറ് കൊണ്ട് അവരെ അംഗീകരിക്കാൻ പാടില്ല. അതാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയുള്ള മഹാന്മാർ ഇവിടെ ചെയ്തത്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ഈമാൻ തകരാറാക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളെ തുടങ്ങിയപ്പോഴേക്കും മുമ്പ് തകട്ട്. ഇതാ വഹറത്തിൽ ബിദ്അ വസഖത്തൽ ആലിം, ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടു, ആലിമീങ്ങൾ മൗനം ദീക്ഷിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അള്ളാന്റെ ശാപം അത് പ്രകാരം തന്നെ എല്ലാ സജ്ജനങ്ങളെയും ശാപം അവന്റെ മേലുണ്ടാവും. ബിദ്അഈ പ്രസ്ഥാനം മുജ്തഹിദും ജാഹിൽ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആളുകൾ ഇത്തനാവും. അപ്പൊ ആ സമയത്ത് ശരിയായ ആലിമ്യങ്ങൾ മൗനം ദീക്ഷിച്ചാൽ അള്ളാന്റെ ശാപം എല്ലാവരുടെ ശാപവും ഉണ്ടാവും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനാവൂലാന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളായ പാർട്ടി ആലിമ്യങ്ങളും തീരുമാനിച്ചു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
ഇവിടെ നിലവരാൻ കാരണം നമ്മളെ ഈമാനും നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് അവരവർ. അതിൻ്റെ മുമ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ജാഹിലിയങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ട് ചെന്ന് അപ്പം അങ്ങനത്തെ ഈ മുജ്തഹിദും ജാഹില് പലതും പ്രവർത്തിക്കും, ആളുകൾ പോവും. അപ്പം മരിച്ച ആളുകൾക്ക് സഹായം തേടാൻ പറ്റുമല്ലേ? ഇതൊക്കെ മറുപടി പറയാൻ പറ്റിയ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഇവിടെ സജ്ജമാക്കണം. കാരണം അങ്ങനെ വരും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് പറയാനുള്ളത് തെളിവുകളാണ് പറഞ്ഞിട്ട് അവർക്ക് എല്ലാം സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടി വരും. ഒന്ന്, മരിച്ചവർക്ക് വല്ല കഴിവുണ്ടോ? വലിയ കഴിവുണ്ട്. മരിച്ചാൻ കിടക്കുന്ന ആൾക്കും വലിയ കഴിവാണ്. ഖദീജ റളിയല്ലാഹു അൻഹ രോഗം ബാധിച്ച് സക്കറാത്തിന്റെ ഹാലിലെത്തി. ഞങ്ങളെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മഹദി. അപ്പോൾ തങ്ങൾ സോക്കളോട് വർദ്ധിച്ചപ്പം ദഖല അല ഖദീജ, ഖദീജന്റെ അടുത്ത് തങ്ങൾ വഹിയ ബിൽ മൗതി, മരണസന്ദർഭത്തിലാണ്. ഫഖാല ലഹാ, തങ്ങൾ മഹദിയോട് ചോദിച്ചു, യാ ഖദീജ ഇദാ ലഖീതി വറാതികി, എന്റെ ചക്കുളത്തികളെ നീ കണ്ടാൽ ഫഖ്റഇന്ന മിനസ്സലാം, അവർക്ക് ഇന്റെ സലാം പറയണം. മരിച്ചാൻ കിടക്കുന്ന ഖദീജയോട് തങ്ങൾ പറഞ്ഞു എന്ന് മഹാന്മാർ ശരിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സക്കറാത്ത് കിടക്കുകയാണ്, അങ്ങേറ്റം എത്തിയ സമയമാണ്. അപ്പം എൻ്റെ ചക്കുളത്തികൾ, ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യ ഉണ്ടാവുമ്പോൾ വറാത്ത് എന്ന് പറയും അറബിയിൽ, നമ്മൾ ചക്കുളത്തി എന്ന് പറയും. നാലമ്പലത്തിൽ ആളുകൾക്ക് തിരിയാൻ അതിൻ്റെ ചക്കുളത്തികളെ കണ്ടാൽ എൻ്റെ സലാം പറഞ്ഞിട്ടുണ്ട്. മരിച്ചാൻ കിടക്കുന്ന ആളോടൊപ്പം ഈ പറഞ്ഞത് ഖദീജയോട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് വേറൊരു ഭാര്യയുണ്ട് കൂടെ ഭർത്താവിന് എന്ന് കണ്ടാൽ അത് വലിയൊരു പ്രശ്നമാണ് സ്വാഭാവികമായിട്ട്. പ്രകൃതിയിൽ അങ്ങനെയാണ്. ഇതാണ് കേട്ടപ്പോൾ മുപ്പത്തിര കണ്ണുകൾ വിളിച്ചു. അപ്പൊ അതിൽ സർവജിത്ത കബിലി, എന്റെ മുമ്പ് തങ്ങൾ പെണ്ണ് കെട്ടിക്കണോ? എന്റെ ചക്കുളത്തികളെ കണ്ട എന്റെ സലാം പറയണമെന്നാ പറഞ്ഞത്. അപ്പോൾ അവിടെ ചോദിക്കാലോ, എന്റെ മുമ്പ് തങ്ങൾ കെട്ടിക്കണോ? ഇല്ല, അതാണ് തന്നെ എന്നെ കെട്ടിയത്, ഇതുവരെ കെട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ കെട്ടും. സ്വർഗത്തിൽ വെച്ച് നിക്കാഹുണ്ട്. സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാമിന്റെ നിക്കാഹിന്റെ ഉദ്ഘാടനം നടന്ന് ഇനി പോന്ന് ഖിയാം വരെ ഇവിടെ നിക്കാഹുകളും മറ്റൊക്കെ നടക്കും. പിന്നെ മരണശേഷം സ്വർഗത്തിൽ വെച്ചും നിക്കാഹ് നടക്കും. അപ്പൊ അവിടെ കല്യാണം നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കെട്ടും. അങ്ങനെ അല്ലാഹു തആല എനിക്ക് മറിയം ബിൻതി ഇമ്രാൻ മകൾ മറിയം ഞാൻ സ്വർഗത്തിൽ എനിക്ക് കെട്ടിച്ചേരും. അപ്പൊ അതിന്റെ അക്കൗണ്ടിയാണ് എന്റെ സലാം പറഞ്ഞൊക്കെ വേണ്ടി കാണുമ്പോൾ ആസിയ ബിന്ദു മുസാഹിമിന്റെ മകൾ ആസിയ ഇംറാത്ത് ഫിർഔന്റെ ഭാര്യ, അതും ഞാൻ കെട്ടും സ്വർഗത്തിൽ വെച്ചിട്ട്. അപ്പൊ രണ്ടെണ്ണായി. കുൽസും ഉഖ്തു മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു സഹോദരി കുൽസും എന്ന മഹദിയെയും ഞാൻ കെട്ടും. മൂന്നില്ല. അപ്പം മഹദിക്ക് സന്തോഷമായി. അപ്പം വേറെ ഒന്നും കെട്ടിയിട്ടില്ല. കെട്ടിയണമെന്ന് ചോദിച്ചില്ല, കെട്ടും. നേരക്കളൊന്നുമില്ലല്ലോ. അപ്പം കെട്ടണോൽക്ക് ദ്വാരക്കണ ദ്വാരം 30 ദ്വാരം ബിർ റഫാഇ വൽ ബനീൻ. ആ നിക്കാഹിൽ നല്ല റാഹത്തും നല്ല ആൺകുട്ടികളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഖദീജ ബീവിയാണ് ദ്വാരം കൊടുത്തത്. അപ്പൊ ഇതിന്നിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്, മഹാന്മാർ മനസ്സിലാക്കുന്നത്, മരിച്ചാൽ കിടന്നിട്ട് മരിച്ചതിന്റെ ശേഷം ഇവർക്ക് വലിയ ആളുകളാവും പലതും ചെയ്യാൻ കഴിയും. ചെയ്യാൻ കഴിയൂലെങ്കിൽ ഖദീജ ബീവിയോട് ഇത് തങ്ങൾ ഏൽപ്പിച്ചു. അപ്പൊ എൻ്റെ ചക്രവർത്തികൾ വേറെ 2-3 ആളുണ്ടാവും. അവരെ കണ്ടുപിടിച്ചിന്റെ സലാഹി വേണ്ടി പറയണം. മരിച്ചുപോയ പിന്നൊക്കെ കഴിഞ്ഞു.
കത്ത് കൊടുത്താക്കാനും സലാം ചെല്ലാനും സലാം അയക്കാനും ഒക്കെ പറ്റൂലേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിയിച്ചു. ഇങ്ങനത്തെ രേഖകൾ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനത്തെ ഫസാദിന്റെ കാലം വരുമ്പം ഈ മുഅ്മിനീങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ തെളിവ് കൊടുക്കാൻ പറ്റിയ ആലിമ്യങ്ങളുള്ളതാണ്. അതിന് ഈ സമൂഹം ഉണ്ടാക്കിക്കൊള്ളണം. എല്ലാവരും ഇപ്പം നിലക്കൂല്ലോ. അപ്പോൾ ഒരു വിഭാഗം കഴിയുമ്പോൾ മറ്റേ വിഭാഗം ഇവിടെ തയ്യാറായി നിൽക്കാൻ അത് മുസ്ലിമീങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പോയി, കാലാകാലം മുപ്പർക്കൊക്കെ കഴിഞ്ഞു. ശംസുൽ ഉലമ തങ്ങൾ അവറുകൾ പോയി, ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് അവറുകൾ പോയി, ബഹുമാനപ്പെട്ട KV ഉസ്താദ് അവറുകൾ ഒക്കെ സുന്നത്തി ജമാഅത്തിന് കഠിനാധ്വാനം ചെയ്തവരാണ്. കേരളത്തിന്റെ ഈ സുന്ദര രൂപത്തിന് വലിയ അവകാശികളാണ് അവർ. അവരൊക്കെ പോയി ആ സ്ഥാനത്ത് പോലും ചെയ്ത പണി ചെയ്യാൻ ഒരാളുമാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ മഹത്തായ സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനം മുസ്ലിം സമൂഹത്തിന് നടത്തൽ ഫർള്. മറ്റൊരു ഹദീസ് തങ്ങൾ പറഞ്ഞു, കമുല മിന റിജാലി കസീറുൻ, പുരുഷന്മാരിൽ ഒരുപാട് ആൾ കാമിലിങ്ങളുണ്ട്. വലിയ വലിയ ഔലിയാക്കന്മാര് അമ്പിയാക്കന്മാരൊക്കെ പുരുഷാലിലുണ്ട്, ഒരുപാട് കാമിലിങ്ങളുണ്ട്. ലാ യകുമുലു മിന നിസാ, ഈ പെണ്ണുങ്ങളിൽ നിന്ന് അത്ര വലിയ കാമിലിങ്ങൾ അല്ലാതല്ല. ഒന്ന് മറിയം ബിന്ത് ഇമ്രാൻ, നല്ല കാമിലായ പെണ്ണാണ്. ഖദീജ ബിന്ത് ഹുവൈലിദിന്റെ മകൾ ഖദീജ വളരെ കാമിലായ പെണ്ണാണ്. ഫാത്തിമത്ത് ബിന്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കാമിലിങ്ങൾപ്പെട്ട പെണ്ണാണ്. ആസിയ ബിന്ത് മുസാഹിം ഇമ്രാത്ത് ഫിർഔന്റെ ഭാര്യ ആസിയ, ഇവരൊക്കെ ഐ പവറുള്ള പെണ്ണുങ്ങൾ അത്ര അധികം ഐ പവറുള്ള അധികം എണ്ണമില്ല. ഇവരൊക്കെ അംശക്കണ്ടൊക്കെ ആളുകളാരുമില്ല. ആണുങ്ങളിൽ ഒരുപാട് എണ്ണാണ്ട്. വലിയ വലിയ ഔലിയാക്കന്മാരും ഔത്താദിങ്ങളും അബുദാലിയങ്ങളും മഖ്ദാബിയങ്ങളും ഒക്കെ ആയിട്ട് ധാരാളമുണ്ട്. പെണ്ണുങ്ങൾ കാമിലിയങ്ങൾ വളരെ കുറവാണ്. അതിൽ 2-3 പെണ്ണിനെ ഞാൻ കെട്ടു. അത് ഇവിടെ കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ സലാം പറഞ്ഞാണ്. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ അവരോട് പുണ്യ നബി പറഞ്ഞു, മരിച്ചവർക്ക് വലിയ കഴിവുണ്ട്. നിരവധി തെളിവുകൾ പറയണ്ട, ഞാൻ ഉദാഹരണത്തിനൊന്ന് പറഞ്ഞെന്ന് മാത്രം. പുണ്യനബി എന്നാണ് റായിത്ത് മൂസ യുസല്ലി ഫീ ഖബരിഹി, മരിച്ചുപോയ മൂസാ നബിനെ പറ്റി മൂപ്പര് ഖബറിൽ നിൽക്കരിക്കണം ഞാൻ കണ്ടു. പല ശുഹദാക്കളും യുദ്ധം വരുന്ന സമയത്ത് അവർ ഇറങ്ങി വന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ നബിക്കറിയാം. മുസ്ലിമീങ്ങൾ അവിടെ കേടി വരും കാണുമ്പോൾ ഓലെന്നെ ഇറങ്ങും. ഒരു വൈ പവറുള്ള ആളുകൾ തന്നെയാണല്ലോ. ഒരു യുദ്ധം ചെയ്ത് ഷഹീദായി പോയതാണ്. നമ്മളാ പണി അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു പിന്നെയും വരും എന്നാണ് മഹാനായ നബിക്കറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് മരിച്ചവർക്ക് വലിയ കഴിവാണ്, മരിച്ചാത്തവർക്ക് കഴിവില്ലേ ഉണ്ട്. ആ കഴിവാരെ കൊടുത്ത് അള്ള കൊടുക്കുന്നു. അപ്പൊ ഈ മരിച്ചവർക്ക് കഴിവ് കൊടുക്കൂല എന്ന് അള്ള എവിടെ പറഞ്ഞത്? ഏത് ആയത്തെ ഹദീസിലാണ് ഉള്ളത്? ഇതിനെ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല. മരിച്ചവർക്കൊരു കഴിവൊന്നുമില്ല, മരിച്ചാത്തവർക്കാണ് കഴിവ്. കൊടുത്താണ് അള്ളയാണോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളൊരു കഴിവും കൊടുക്കൂല എന്ന് എവിടെ പറഞ്ഞു? മരിച്ചു കഴിഞ്ഞാലാണ് ബാല്യ കഴിവ് അവർക്ക് ഉണ്ട് എന്നതാണ് രേഖ കഴിഞ്ഞത്. പിന്നെ മരിച്ചവർ ഗുണം ചെയ്തവരുണ്ടോ? ഇത് വളരെയധികം അനുഭവത്തിൽ നമ്മൾക്കൊന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുണ്യനബി മേറാജിന്റെ അന്ന് ആകാശങ്ങളിലേക്ക് കയറി. ജിബ്രീൽ അലൈഹിസ്സലാം കൂടണ്ട്. ഒന്നാം ആകാശം തട്ടി, മന്നന്ത നീ ആർ. അവിടുന്ന് പറഞ്ഞു ജിബ്രീലാണ് ഇപ്പം കിട്ടുന്നത്. കയ്യില ഒമം മഴക്ക ആരാ ഒപ്പുള്ളത്? ആല മുഹമ്മദുൻ കൊല്ലവാളുണ്ട്. കീല വഖദ് ബുഇസ ഇലൈഹി, ഇങ്ങോട്ട് വരാൻ ഓർഡറാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അത് ബുഇസ ഇലൈഹി. അപ്പൊ മുത്തിഹലന, അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ വാതിൽ തുറന്നു. ഒന്നാം ആകാശത്തിന്റെ ഫൈദാ നബി ആദം. അപ്പൊ ഞങ്ങൾ കയറി നോക്കും ആദം നബിന്റെ അവിടെ.
ഫറഹബ ബി, എനിക്കദ്ദേഹം സ്വാഗതം പറഞ്ഞു. വദആലി ബി ഖൈർ, ആപ്പ എനിക്ക് ഖൈർ കൊണ്ട് വരണം. പിന്നെയും കയറി രണ്ടാം ആകാശത്ത്. അങ്ങനെ കയറി 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 6 ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹിസ്സലാം തുറക്കാൻ പറഞ്ഞു. മൻ ഹാദാ, ജിബ്രീലാണ്. വമൻ മഅക, ഖാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് ബുഇസ ഇലൈഹി, ഇങ്ങോട്ട് വരാൻ ഓർഡറുണ്ടോ? അതെ, അങ്ങനെയുണ്ട്. ഫഉതിഹ ലനാ ഫഇദാ അന ബിമൂസ. അപ്പൊ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ 6 കയറിയപ്പോൾ മൂസാ നബിന്റെ അവിടെ. അങ്ങനെ റഹബ വദആലി ബി ഖൈർ, എനിക്ക് ഖൈർ കൊണ്ടൊക്കെ വരുന്നു, എനിക്ക് സ്വാഗതം പറഞ്ഞ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സാധാരണ നിങ്ങൾ കേട്ടതിന് അതിന്റെ ആശയമൊക്കെ മനസ്സിലാക്കിയത് തന്നെയാണ്. അങ്ങനെ കയറിപ്പോയി റബ്ബായിട്ട് ബന്ധപ്പെട്ട് $50 നിസ്കാരം പറവാക്കി. എൻ്റെ ഉമ്മത്ത് 50 നിസ്കാരം നിസ്കരിക്കണം. അങ്ങനെ അതുമായിട്ട് പോരാണ്. അങ്ങനെ പോന്ന് 7-ലെത്തി. അവിടെ പ്രത്യേകം വർത്താനുണ്ടായില്ല. 6 ഇറങ്ങി. 6 ഇറങ്ങിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം മാ ഫറള റബ്ബുക അല ഉമ്മത്തിക, എന്താ കിട്ടി, ഉമ്മത്തിന്റെ മേലെ എന്താ ഫറളാക്കിയിട്ടുള്ളത് എന്ന് മൂസാ നബി ചോദിച്ചു. അപ്പം പറഞ്ഞ് 50 സ്വലാത്ത്, 50 നിസ്കരിക്കാൻ ഓർഡറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടി അറിയാം. മൂസാ നബി പറഞ്ഞു ഇർജിഇ ഇലാ റബ്ബിക, നീ മടങ്ങണഞ്ഞു. ഫസ്അലുഹു തഖ്ഫീഫ, ലഘൂകരിക്കാൻ ആവശ്യപ്പെടണം. 50 എൻ്റെ ഉമ്മത്തെ എവിടുന്നത് ശരിക്കുന്നത് എന്ന് മഹാനവറുകൾ. ഫഇന്ന ഉമ്മത്തക ലാ യുതീഖൂന ദാലിക, അതിന് കഴിയൂല എൻ്റെ ഉമ്മത്തിന് 50 നിസ്കരിക്കാൻ. കായിന് തെളിവ് കൊടുത്തു. ഫഇന്നി ഖദ് ബലഗ്തു ബനീ ഇസ്രാഈൽ, ബനീസ്വരനെ എല്ലാം പരിശോധിച്ചു ഞാൻ കയ്യത്തിൽ ഒഴുകി. അപ്പം നിങ്ങളെ ഉമ്മത്തിന് കഴിയൂലത്, വെറുതെ അത് ഏറ്റിപ്പോ. ഇപ്പം ചാൻസാണ് പോയാണ്. പിന്നെ അങ്ങനെ മൂപ്പര് പോയി. ഫഹത്തഅന്നി ഖംസൻ, 5 ഒഴിവാക്കി കിട്ടി. പോന്ന് മൂസാ നബിയായിട്ട് കണ്ട്. മൂസാ നബിയായിട്ട് കണ്ടു നോക്കുമ്പോൾ 45 ആക്കിയിട്ട് കിട്ടിയെന്നാണ്. അതൊന്നും സംഭവിച്ചു കൊടുക്കാൻ പാടില്ല. ഉമ്മത്തിന് കഴിയൂലത്, വെറുതെ ഉപയോഗിക്കാണ്ട് പോയിട്ടെന്താ മൂസാ നബി. അങ്ങനെ പിന്നെയും പോയി. തഖ്ഫീഫാക്കി തന്നെ തമ്പുരാനെ. അങ്ങനെ 5. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം കുറേ പ്രാവശ്യം മടങ്ങി 45 ഒഴിവാക്കി കിട്ടി. അവസാനം യാ മുഹമ്മദ് ഇന്നഹുന്ന 5 സ്വലവാത്തിൻ, 5 വഖ്താണ്. കുല്ല യൗമിൻ വലൈല ഈ കുല്യ സ്വലാത്തിന് 10 ഓരോ നിസ്കാരത്തിന്. താഴെ ടോട്ടൽ 50 ഫദാലിക 50 സ്വലാത്താണ്. ഫലത്തിൽ 50 നിസ്കാരം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് മൂസാ നബി അപ്പോൾ സമ്മതിച്ചിട്ട് ചെയ്തു. 5 അതൊക്കെ ഒരിക്കൽ കഴിച്ചു. എന്താക്കും മഹാൻ തങ്ങൾ പറഞ്ഞു ഞാനിപ്പത് പോയി കുഴങ്ങീണ്, ഇനി ഇച്ചാവൂല, ഇതുകൊണ്ടിപ്പോൾ ഞാൻ തീർപ്പതിപ്പെട്ട് എന്ന് പറഞ്ഞ് 5 അവസാനിപ്പിച്ചു. അപ്പൊ നീന്ന് കണക്ക് നമുക്ക് കിട്ടുന്ന കണക്കെന്ത്, മരിച്ച മൂസാ നബി അലൈഹിസ്സലാം ഈ കാണുന്ന മുക്തനക്കാർക്കും വഹാബിക്കും മൗദൂദിക്കും എല്ലാ ജാതിക്കാർക്കും സഹായം ചെയ്തു. 45 വക്തൊക്കെ ഒഴിവാക്കി കിട്ടണമെങ്കിൽ ആയിക്കൊണ്ട് അത് നമ്മക്ക് ഒഴിവാക്കിപ്പിച്ച് തന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മരിച്ച മൂസാ നബിയാണ്. അത് മരിച്ചോല് ഗുണം ചെയ്തു അനുഭവം ഏറ്റെടുത്ത് ഉത്തരിക്കല്ലേ. പിന്നെ ചെയ്തോ എന്ന് വെച്ചാൽ ചോറൊക്കെ നന്നായിട്ട് വളമ്പി തന്ന് യൂറ് വെച്ചോന്നും ഇല്ല. അയാളെനിക്ക് യൂറ് വന്നോ, ആ യൂറ് ഇങ്ങനെ വെച്ചതിനിടയിൽ. അപ്പൊ സകല ആളുകൾക്ക് 45 വക്ത് ഒഴിവാക്കി തന്നത് മൂസാ നബിന്റെ പ്രവർത്തനമാണ്. അത് മരിച്ച ആൾ സഹായിച്ചല്ലോ. നീ ഇതെനിക്ക് സഹായിച്ചില്ലേ, എനിക്ക് എൻ്റെ പാപ്പാക്കും ഒക്കെ സഹായിച്ചല്ലോ. അത് മരിച്ചവർ സഹായിക്കുമോ? ആ സഹായം ഇങ്ങനെ അനുഭവിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ചോദിച്ചാൽ എന്നതിന് പറയാനുള്ളത്. ഇത് നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ പറഞ്ഞ മറുപടിയാണ്. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ എതിർ കക്ഷികൾ വരുമ്പോൾ അതിന് ശരിയായ മറുപടി ഞാൻ പറഞ്ഞാൽ മതിയാവില്ല, നല്ല രേഖയാണ് പറഞ്ഞുകൊടുക്കണം.
അതിനൊരു വിഭാഗം ഉണ്ടാവണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ദീന്റെ എതിരാളി എക്കാലത്തുണ്ടാവും. അവരോട് നേരിടണം. അതിനോട് ആള് വേണം. നല്ല വഴവ് പറഞ്ഞിട്ട് നന്നാക്കി തീർക്കാൻ പറ്റിയ ആള് വേണം. നല്ല ദർസും ഫത്വയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പഠിപ്പിച്ചാൽ നല്ല മുദരീസ് വേണം. നല്ല മുദരീസീങ്ങൾ, നല്ല വാഴവയങ്ങൾ, നല്ല ഗണന പ്രസംഗക്കാര്, നല്ല വാദപ്രതിവാദത്തിന് മുന്നോട്ട് നടക്കുന്ന ആളുകൾ അത് ഈ സമൂഹത്തിൽ വേണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ഈ സമൂഹം വാർത്തെടുക്കണോ? അവർക്ക് ഫർദ് കിഫയാണ്. അതിന് വേണ്ടി നമ്മുടെ ഈ മഹാന്മാരൊക്കെ ഇങ്ങനത്തെ സ്ഥാപനം പുണ്യനബി മുതൽക്ക് തുടങ്ങിയത്. പുണ്യനബി ആയി തന്നെ പറഞ്ഞു, ഇന്നന്നാസലക്കും തബഅ, സഹാബത്തിനോട് ജനങ്ങൾ നിങ്ങളോട് പിൻപറ്റിയാണ് നടക്കുന്നത്. വൈന്ന റിജാലൻ യൗതൂനക്കും മിൻ അഖ്താരിൽ അർളി, ഭൂമിയുടെ നാനാഭാഗത്തുനിന്നുള്ള ആളുകൾ നിങ്ങളെ സമീപിക്കും. അവരെ ഉദ്ദേശം മുന്നിട്ടല്ലോ അതല്ലേ കച്ചവടം ചെയ്യരുന്നു. യതഫഖഹൂന ഫിദ്ദീൻ, ദീനിൽ ഇൽമു കരസ്ഥമാക്കാൻ വേണ്ടി ലോകത്തിന്റെ പല മുക്കില മൂലയിൽ നിന്നും നിങ്ങളെ തേടിയ ആളുകളെത്തും. വൈദാ അഖൗകും ഫസ്തൗസൂ ബിഹി ഖൈറാ, അങ്ങനെ അവർ വന്നാൽ എല്ലാ സൗകര്യം ചെയ്തോളാം. നമുക്കും എല്ലാവർക്കും ബാധകമാണ്. സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രം അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഉലമാ ആയിട്ട് എല്ലാവർക്കും കഴിയില്ലെങ്കിലും ഉലമാവിനെ വാർക്കുന്ന വിഷയത്തിൽ നമ്മൾ പങ്കുചേരണം. അത് കേരളക്കാർ വളരെ പ്രധാനപ്പെട്ടവർ തന്നെയാണ്. ആ വിഷയത്തിൽ പെരുത്ത ആലിമീങ്ങളെ വാർത്തെടുത്തവരാണ് കേരളീയർ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത മാതിരി ആ പള്ളിയിൽ വെച്ചുള്ള ദർസ് തന്നെ നമ്മൾ കേരളീയർ പാട് നടത്തി. ഇപ്പോഴും അവർ ഒക്കപ്പിച്ച സാധനത്തിനെ പറ്റി ചോദിച്ച് ആധാരമായിട്ട് വരികയാണ്. ഞങ്ങൾക്കൊരു മൂലരുത്തിയൊന്നും കിട്ടുന്നില്ല, ദർശനം നടത്താനും കഴിയുന്നില്ല, ഞങ്ങൾക്ക് തിന്നാനും കഴിയും, ഇതൊക്കെ ഇത് കാട്ടണം എന്ന് അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ എത്തി. അത് കാലത്തിൻ്റെ പോലാണത്. ഏതായാലും കഴിവതും കഠിനാധ്വാനം ചെയ്ത് പഠിക്കണം. ഇതിനെവിടെ ഒരു വിത്തനുണ്ടാക്കി തീർത്തത് ഇബാദത്താണ് മെയിൻ. നമ്മളെ ഈ കാണപ്പെട്ട സാധനങ്ങളൊക്കെ പടച്ചങ്ങൾക്ക് വേണ്ടി ഹലഫലത്തും മാഫില്ലറും വെള്ളോക്കങ്ങൾക്ക് വേണ്ടി പഠിച്ചു. നിങ്ങളെ പടച്ചത്തിനാണ് മഹലത്തുൽ ജിന്നവൽ ഇൻസ ഇല്ലാലി ഇറങ്ങുന്നു. ജിന്ന ഇൻസിനെ ഞാൻ ഇബാദത്തിന് വേണ്ടിയല്ലാതെ പഠിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഇബാദത്താണ് വലിയ സാധനം. അതിൽ തന്നെ തകരാറാക്കിയിട്ടാണെന്ന് പുത്തനാശയക്കാരെ ഇബാദത്തിന് അർത്ഥം പറഞ്ഞത്. പരോക്ഷമായ മാർഗത്തിൽ രക്ഷ ആശിക്കുകയോ ശിക്ഷ ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന വണക്കം, പരോക്ഷ മാർഗത്തിൽ കൂടെ രക്ഷ തേടുക അല്ല ശിക്ഷ ഭയപ്പെടുക. ആ പ്രത്യക്ഷ വഴിക്ക് രക്ഷ തേടുന്ന തരമില്ല. പ്രത്യക്ഷ വഴിക്ക് തേടുകയാണ്. ഇപ്പോൾ ഒരു കയ്യൂസിനോട് കയ്യുറിഞ്ഞ് ഡോക്ടർമാരെ എന്നാണ്ട് എൻ്റെ കയ്യുറിഞ്ഞു എന്ന് ചെയ്തു ഇയാക്കി തരണം. അപ്പോൾ അതിന് പാസ്റ്റിട്ടാൽ മതി എന്നവൻ പറഞ്ഞ് വേറെ ആൾക്ക് കയ്യുറിഞ്ഞപ്പോൾ അവൻ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് പ്ലാസ്റ്റിട്ടാൽ ശരിയാവില്ല, സകലം പൊട്ടി തമർന്നിട്ടുണ്ട്. അങ്ങനെ പോയാണ് സഹായം തേടി ഇറക്കണമെന്നില്ല. പ്രത്യക്ഷ വഴിക്കാണത്. പരോക്ഷ വഴിക്ക് അങ്ങനെ തേടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അങ്ങനെ തേടിയാൽ അത് വലിയ പരാജയത്തിൽ നിന്നുപോകും എന്ന് ഇവർ പ്രചരിപ്പിച്ചു. അപ്പം ബഹുമാനപ്പെട്ട മരക്കൽ തങ്ങളുടെ അനുയായികൾ, സഹായികൾ, ആലിമീങ്ങൾ ബദർ യുദ്ധത്തിൽ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു ഇപ്പം മൂപ്പർ മുസ്ലിമായി, ബദറിൽ മൂപ്പർ കാഫറാണ്. ഇക്രിമത്ത് ഇബ്നു അബീജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹിന്റെ പേരടിക്ക് ഒരൊറ്റ വെട്ട് ബദറിൽ.
അബൂജഹലിന്റെ മകൻ തന്നെ. പിന്നെ മൂപ്പര് മുസ്ലിമായി. അത് വേറെ വർത്താനം. കരടിക്കണ് വെട്ടിയിട്ടുണ്ട്. കയ്യും തോളിനാണ് കുടുങ്ങിയത്. കൈ ഒന്നായിട്ടുണ്ട് തൂങ്ങി. യുദ്ധം നന്നായിട്ട് ചെയ്ത സമയവും മഹാനവറുകൾ അംറുൽ ജമ്മു മുആദിബിന് അംറുൽ ജമ്മു മറ്റേ കൈകൊണ്ട് യുദ്ധം ചെയ്തു. ഏതാനും വൈകുന്നേരം വരെ എന്ന് മഹാന്മാരവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരമാണ് ഒരു ദിവസം തന്നെ ഒറ്റ കൈകൊണ്ട് ചെയ്തു. ഇത് വെട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക. തൊക്കിൻ്റെ അവിടെയുള്ള വെളുത്ത ആ പാടകൻ മാത്രമേ ബാക്കിയുള്ളൂ. കൈകൾ തൂങ്ങുള്ളൂ. ഇത് ആണെങ്കിൽ വിചാരിച്ചമാതിരി ചെയ്യാനും കഴിയണില്ല. അങ്ങനെ മഹാനവർ പറഞ്ഞു, ഞാനത് നിലത്താളിച്ചിട്ട് ചവിട്ടിയിട്ട് വലിച്ചു. അപ്പൊ ആ തോലുണ്ടച്ചു. പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കൈയ്യേറ്റ് ഞാൻ തങ്ങളെ എത്തിച്ചത്. തങ്ങൾ കിട്ടിയാളില്ല. അതിൻ്റെ രണ്ട് തലക്കലും ഇവിടെ പോന്ന വലത്തും മറ്റേ തലക്കും തുപ്പലാണ്ട് വെട്ടി കിട്ടി. പരോക്ഷമായി ഉള്ള സഹായം, പ്രത്യക്ഷമായിട്ടുള്ള സഹായം എന്നാണ് കൈ പറഞ്ഞാൽ ഇവിടുത്തെ നാടിൻ്റെ കാണിക്കുക. എന്നിട്ട് പറയും ഇത് ശരിയാവുന്ന മായല്ലേ, ഇതങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ വെച്ചറിഞ്ഞാളാം. നമുക്ക് പ്ലാസ്റ്റിക്കിന് കൈ വെക്കാം. പരോക്ഷം പ്രത്യക്ഷ വഴി പതാണ്. ഇവർ ചെയ്തത് പരോക്ഷ വഴിയാണ്. എൻ്റെ കൈ ഇങ്ങനെ ചെയ്ത് ഉപ്പലാണ്ട് വേപ്പിയിൽ ഒരൊറ്റ പിറ്റിക്ക്. എല്ലാ നാടുനിരമ്പുകളും എത്ര നാടുനിരമ്പാണ് അവിടെ അറല്, ഇതൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് യാതൊരു തോന്നും. അപ്പൊ ഇങ്ങനെ പരോക്ഷ മാർഗത്തിൽ കൂടി രക്ഷ തേടിയാൽ തെറ്റാണ്. ചുരുക്ക് വന്നാളോ അതിൽ നമ്മളെ മല്ലപ്പോയ പാപ്പിന്റെ ആദ്യത്തെ ചോദ്യം, ഇവിടത്ത് ഇപ്പം ആരാണ് ഇച്ചിരി കാണേണ്ടത്? മുആദിബിന് അംറുൽ ജമ്മൂഹാണോ അതോ പുണ്യനബിയോ? അപ്രത്യക്ഷമായ മാർഗത്തിൽ സഹായം തേടി എന്റെ കയ്യാണ് നബിയെ ഉപ്പനാട് വേറ്റയിൽ ഒറ്റ വീറ്റ്. ഇവിടെ ആര് കാപ്പറാവണം എന്നുള്ളതിനെ പറ്റി എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും. പരോക്ഷ മാർഗത്തിൽ കൂടെ ഇവിടെ രക്ഷ തേടിയത് അങ്ങനെയല്ല. സാധാരണ പ്രത്യക്ഷ വഴിക്ക് പ്രശ്നങ്ങൾ അങ്ങനെയല്ല. തട്ടിട്ട് പോവുക, ഓൻ തുന്നി കിട്ടാൻ നോക്കുക. പക്ഷെ ഇത് തുന്നിയിട്ട് കാര്യമില്ല, തറ്റ വെറുപ്പ് എന്നാൽ ഒരു കുഴപ്പത്തില്ല. നേരെ മറിച്ച് പരോക്ഷ വഴിക്ക് ചെയ്താൽ ശരിക്കായി പോകും, അപ്പുറമായി പോകും, രക്ഷയിൽ പോകും. ഇവിടെ പരോക്ഷ വഴിക്കാണ് ചെയ്തത്. തങ്ങളെ തങ്ങളുടെ എൻ്റെ കൈകാണ് ചെയ്തത്. യുദ്ധത്തിലെ ചവിട്ടിയാവും നാസായി മുപ്പര കളത്ത് കയറി യുദ്ധക്കളത്തേക്ക് എറിഞ്ഞതുകൊണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ട് ഈ യഥാർത്ഥ ആളുകളെ, സാധാരണക്കാരനെ വഴിതെറ്റിപ്പിക്കുന്ന ഈ അല്പജ്ഞാനികളായ പണ്ഡിതന്മാർ അതിന് ഗണനം കൊടുക്കാൻ ഇവിടെ ഉലമാവിനെ വാർത്തു വെക്കണം. ഇതാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ചത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചതും അങ്ങനെയാണ്. അത് പ്രകാരം തന്നെ ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് കുന്തം കൊണ്ട് ഒറ്റ കുത്ത്. കണ്ണിങ്ങനെ തൂങ്ങിയിട്ട് ഞരമ്പിങ്ങനെ തൂങ്ങിക്കുക. ചെറുപ്പക്കാരനാണ്, ഇവർ പെണ്ണിട്ടിയ ആളുമാണ്. ഈ ഉഹദിന്റെ മുമ്പായിട്ട് പുതിയ പെണ്ണൊക്കെ കിട്ടിയ ആളാണ്. ഇവർക്ക് രണ്ട് വേദാറ്, കണ്ണിന്റെ വേദനയും. പെണ്ണുങ്ങളും ഞാനായിട്ട് വലിയ രോഗിയും വെക്കും. വല്ലാതെ ഒന്നും ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പാണ് പോണ രീതി ഞാൻ എത്ര കാശ് വലിയൊരു വേദാറാകുന്നു. ഓളത്തേക്ക് പെയ്യിച്ച് ഇങ്ങനെ ചെന്നാൽ ഇതൊക്കെ കഴിഞ്ഞാൽ തങ്ങളിത് കണ്ടിരുന്നു. മറ്റുള്ളവർ പറഞ്ഞ് അത് ഇങ്ങനെ നിരമ്പുമ്പോൾ തൂങ്ങിയതുകൊണ്ട് ശരിയാവില്ല, അയാളെ മുറിച്ചിട്ടാളെ നമ്മൾ. അത് നിങ്ങൾ തീർച്ചയാക്കണ്ട, ഞാൻ തീർച്ചയാക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് തങ്ങളെത്തിക്ക് ഒന്ന് നബിയുടെ കൈ കണ്ണാണിത്. തങ്ങൾ ഉള്ളം കയ്യിൽ വെച്ച് തുപ്പിയിട്ട് എത്തിക്കുന്നു. പരോക്ഷ മാർഗത്തിൽ സഹായം തേടി സഹായം ചെയ്തു കൊടുത്ത് ഇപ്പോൾ ആരാ കാപ്പറാകേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഇതിനും അർത്ഥം തെറ്റി ഇബാദത്ത് എന്ന പദത്തിന് വരെ അർത്ഥം തെറ്റിച്ചാണ് അവർ പോണത് പുത്തൻ കക്ഷികൾ. മഹാന്മാർ പറയുന്ന അർത്ഥം അഫ്സ ഓയത്തിൽ ഹുദൂഇ വ തദല്ലുലി, അങ്ങേയറ്റത്തെ താഴ്മ. ലിമൻ ലഹു ഔസാഫു റുബൂബിയ്യത്തി,
റബ്ബിന്റെ വസ്ഫുണ്ട് എന്ന് അംഗീകരിച്ച ഒരാൾക്ക് താഴ്മയില്ല. ഇതാ ഇബാദത്ത് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആൾ പറഞ്ഞത്. റബ്ബിന്റെ സിഫത്തുണ്ടവന് ഔസാഫ് റുബൂബിയ്യത്തുണ്ട്, അങ്ങനത്തെ ഒരാൾക്ക് അങ്ങേയറ്റം താഴ്മയില്ല. അത് ഇലാ റബ്ബ് അല്ലെങ്കിൽ ബറാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറം. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ഇവര് പറഞ്ഞ പരോക്ഷ മാർഗത്തിൽ കൂടെ സഹായം തേടിയാൽ അപ്പുറയിപ്പോയി. പ്രത്യക്ഷ വഴിക്ക് ചെയ്യാൻ തിരക്കണില്ല, മരം പൊള്ളു. അങ്ങനെയാണെങ്കിൽ തങ്ങളും തങ്ങളെ സഹാബിമാരൊക്കെ അപ്പുറമാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ നുണഞ്ഞും വരും അസൃതന്മാരിൽ. അങ്ങനെ വരും പുണ്യനബി പറഞ്ഞതുമാണ്. പല ജാതി ഇതൊക്കെ നേരിടാൻ ഇവിടെ അതാത് കാലത്തുള്ള മുസ്ലിമീങ്ങൾ പറ്റ ഉലമാവിനെ വാർത്തെടുക്കണം. ഇങ്ങനത്തെ ഉയർന്ന കോളേജ് വഴിക്കല്ലാണ്ട് എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമുണ്ട്, അതിനൊക്കെ കഴിവതും സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പല മഹാന്മാരും ഇവിടെ സംസാരിക്കാനുണ്ട്. ഇനി വേറൊന്നുകൂടി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെത്തി എന്നുകൊണ്ട് പറഞ്ഞ്, ഞാൻ ഒരുപാട് തങ്ങളെത്തി കിതാബുന്ന പണി തന്നെയാണ് അബൂ ഹുറൈറക്ക്, വേറെ ഏർപ്പാടൊന്നുമില്ല. തിരുത്ത ഹദീസുകൾ ഞാൻ തങ്ങളെ വക്കെന്ന് കേട്ട് അൻസാഹു വല്ലാത്ത മറുതി എനിക്ക് കേട്ടത് മേ മറക്കാം. തങ്ങൾ പറഞ്ഞു, ഇതൊരു പ്രത്യക്ഷ വഴിക്ക് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറെ ഒരു വൈദ്യനെ കണ്ടിട്ട് വല്ലാത്ത മറുതിയാണ്. എന്നാൽ അതിന് ചില നാടൻ മരുന്നും ദേഹമൊക്കെ ഒരു കൊടുത്തു തരും. സ്വകാര്യ കണക്കന്നെയാണ് ഈ അത് വേറെ വർത്താനം. ഞാൻ പെരുത്ത ഹദീസ് കേട്ട് മറക്കുന്ന നബി എന്താ ഞാൻ കാട്ടുന്നത്? തങ്ങൾ പറഞ്ഞ എൻ്റെ ആ തട്ടണി വിരിക്കുക. ബസത്തുഹു, ആ തട്ടണി വിരിച്ചാണ്. തങ്ങൾ പുറത്തുനിന്ന് ഇനി ഇതൊന്നായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയ ആളാണ്. കാല ഉപസിത്ത് രിതാക്ക, എൻ്റെ തട്ടം വിരുത്ത് ഞാനത് വിരിച്ചു കൊടുത്ത്. അറഫ ബി യദൈഹി, രണ്ട് കയ്യും കൂട്ടി തങ്ങൾ കുറെ കോരിട്ട്. ഉമ്മ കാല ഉമ്മഹു, ഒന്നായിട്ടാണ് നെഞ്ഞത്തേക്കാണ് കൂട്ടിക്കളാ. വമംതുഹു, ഞാൻ അങ്ങനെ ചെയ്തു. അമാ നസീതു ശൈഅൻ ബഅദ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണത്. പിന്നൊരു മറുതി അവസാനിച്ച് മനസ്സില്ല. അപ്പൊ ചെയ്ത ചികിത്സ എന്താ? പരോക്ഷ വഴിക്ക്, പ്രത്യക്ഷ വഴിക്കല്ലത്. വല്ല ലേഹം വല്ല തേനിൽ കലക്കിയ വല്ല ഗുളിക കുശലാണ് പ്രത്യക്ഷ വഴി. തങ്ങൾ ചെയ്തപ്പോൾ ഇതാണ്, വായുമണ്ഡലത്തിൽ നിന്നാണ് ഭാര്യ ഇട്ടിട്ടാണ് കൂട്ടിക്കളാറ്. ആരാത് ചോദിച്ചത്? അബൂ ഹുറൈറ. എനിക്ക് വല്ലാതെ മറുതിയുണ്ട് നബിയെ, ഞാൻ തങ്ങളെ ധാരാളം ഹദീസ് കേട്ട് പിന്നെ മറക്കാണ്. പിന്നെ മൂപ്പര് പറഞ്ഞു, വമാ നസീതു ശൈഅൻ ബഅദ, പിന്നെ മറതിയാണ് സാധനം. അപ്പം ഇങ്ങനെ പരോക്ഷ മാർഗത്തിൽ കൂടെ ചെയ്യാൻ കഴിയുന്നവർക്കില്ല, അതുകൊണ്ട് ചെപ്പൊന്നും വരില്ല. ഇങ്ങനത്തെ അബദ്ധങ്ങൾ പല ജാതി നോണിയും പറയും. ഈ 72 പക്ഷികൾക്കുള്ള പണി അതാണ്. അവ സൂക്ഷിച്ചോളണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമീങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. ആലിമി ഒരു ആലിമ് അങ്ങോട്ട് പോയാൽ അതിന് പകരം നമ്മൾ ഉണ്ടാക്കി വെക്കണം. അല്ലെ ദീൻ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെ പിൻതലമുറ നാശപ്പെട്ടു പോകും. സമസ്ത ഇല്ലെങ്കിൽ നമ്മളെ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഹക്ക് എവിടെയെങ്കിലും തിരഞ്ഞെടുക്കേണ്ടി വരും. അതിനകത്താണ് മറ്റേ എതിർകക്ഷിന്റെ പ്രവർത്തനങ്ങൾ. ഒരു യോഗം നടത്തുന്നുണ്ടെങ്കിൽ രാവിലെ 5000 കോഴിമുട്ട തിന്നു, അത്ര വലിയ യോഗമാണ്. പിന്നെ ആ യോഗത്തിന്റെ സ്വാഭാവിക കണക്കും കഴിയുന്നു. 2500 തൊട്ടിൽ കെട്ടിയില്ലേ കുട്ടികളെ കൊടുന്നാണ്. ഇങ്ങനത്തെ വലിയ യോഗമൊക്കെ നടത്തി കാണുമ്പോൾ അപ്പം ആളുകൾ പക്ഷെ തമ്പുരാൻ എന്താപ്പതിൻ്റെ ആയതെന്നൊക്കെ തോന്നുമല്ലോ. ആ ജാതി പണി വളരെയധികം നടക്കും. അപ്പം അതിനൊക്കെ നിങ്ങൾ നല്ല ഛർദ്ദിച്ച് നിന്നോളിന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിനൊക്കെ താങ്ങാൻ നമ്മളെ പിൻതലമുറക്ക് അതിനൊക്കെ മറുപടി കൊടുക്കാൻ ഒരു സജ്ജമാക്കിയ ആളുകളോട് ഒക്കാൻ നിങ്ങളെ കടമുണ്ട്. പുറത്ത് കിട്ടിയാണത്. അങ്ങനത്തെ മുഫ്തിമാരെയും അങ്ങനെ റദ്ദ് ചെയ്യുന്നവരെയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് എതിര് വന്നാൽ അതിന് ശരിയായ മറുപടി പറഞ്ഞ് തോൽപ്പിക്കുന്ന ഒരു വിഭാഗം തയ്യാറാക്കി വെച്ചോളണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
കൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ഇങ്ങനത്തെ മഹാസ്ഥാപനങ്ങൾ നമ്മൾ ശക്തിയായി അതിൽ പ്രവർത്തിച്ച് നൊത്താറ്റ് ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക്. അപ്പൊ നമ്മളെ തഅലീമിൽ മുത്തഅല്ലിമിൽ പറഞ്ഞ മാതിരി ഞാനും നിങ്ങളൊക്കെ നടക്കണം, എന്നാ അതിന്റെ ഫലം കാണാൻ. ഇഖാമത്തു സ്വലാത്തിനെയും വളരെ വണ്ണപ്പെട്ട നിലക്ക് നിസ്കരിക്കുക. സംഘവിലമ്മേ ഒത്തിരി തങ്ങളൊക്കെ ചെയ്തങ്ങനെ മഹാനായ കൂട്ടുമലത്താൽ നിൽക്കുന്നത് ഞാൻ പല പ്രാവശ്യം നോക്കുന്നത് അത്രയും കണ്ടിട്ടില്ല. നല്ല ഇതിന് തന്നെ വരുന്നത് നല്ല ഛർദി, അതിലേക്ക് ഛർദ്ദിച്ചിട്ടുകൊണ്ട് ഒരൊറ്റ അക്ഷരം വിടാതെ ജെഹറാക്കണാണെങ്കിൽ ആ മട്ടത്തിൽ ജെഹറല്ലെങ്കിൽ വളരെ കറക്റ്റായി തഴവീമോടും ഖുശൂഅോടും കൂടി തഅദീലുൽ അർക്കാൻ അതിന്റെ ഫറളുകളൊക്കെ വളരെ കറക്റ്റാക്കിയിട്ട് സായിരി വാജിബാത്തി അവ സുന്നനിഹ അതിന്റെ മറ്റു വാജിബാത്തുകളും സുന്നത്തുകളും ഒക്കെ റെഡിയാക്കിയിട്ട് വളരെ ചിട്ടയിൽ നിസ്കരിക്കുക. അപ്പോഴതിന് ഹിക്മത്ത് എന്ന് പറയുള്ളൂ. അപ്പൊ സലാത്തുൽ ദുഹ നിസ്കരിച്ച് ചുരുങ്ങി അൻറക്കാത്തെങ്കിലും കഴിയണം. അപ്പൊ ഖിറാഅത്തുൽ വാഖിഅ സൂറത്തുൽ വാഖിഅ ഓതണം ദിനം പ്രതി. അപ്പൊ ഖുസൂസൻ ബിൽ ലൈൽ രാത്രിയിലാണ് വളരെ നല്ലതാണ്. അപ്പൊ ഖിറാഅത്തു തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന ആയത്ത് സൂറത്ത് പതിവാക്കുക. വൽ മുസ്സമിലി പതിവാക്കുക. വല്ലൈലി ഇദാ യഗ്ശ അലം നശ്റഹ ലക സദ്റക വഹൂറുൽ മസ്ജിദ് ഖബ്ലൽ അദാൻ. നീ ബാങ്ക് കൊടുക്കാൻ എത്ര ഉണ്ട്? 10 മിനിറ്റ്. അപ്പോൾ തന്നെ ഒന്നുണ്ടാക്കി റെഡിയാകും. ഇങ്ങനെയൊക്കെ നമ്മൾ മഹാന്മാർ ചെയ്തത് അതേമാതിരി നമ്മൾ ചെയ്താൽ ഇതിൻ്റെ അപ്പുറമുള്ളൊരു ഐശ്വര്യമുള്ള മേഖല ഉണ്ടാവില്ല. സ്വർഗ ഖബറിന്നും ദുന്യാവുന്നും അശറയും എത്താതുകൊണ്ട് കിട്ടുക. ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ ഇത്താതുകൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ വളരെയധികം ഛർദ്ദിച്ചുകൊണ്ട് വിവാദത്തിൽ ചിട്ടപ്പെടുത്തണം. എന്നാൽ നമ്മളെ വളരെയധികം നമ്മൾക്ക് ഈ വിഷയം ഫലവത്താവും. വിവാഹത്താൽ അങ്ങനെ ഫലവത്താക്കി തരട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു മുദാവമത്തു അല സഹാറത്തി എപ്പോഴും ഓല് ഇതൊക്കെ വളരെയധികം ഐശ്വര്യത്തിനും ഉയർച്ചക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി നമ്മൾ പഠിക്കുന്നുണ്ട്. മറ്റൊന്നും നമ്മളോട് ചെയ്യൂല. പിന്നെ അവസാനം ചോദിച്ചിട്ട് എത്ര തോട് കിട്ടുകയാണ്. അപ്പം അത്ര കേട് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഛർദ്ദിക്കാൻ വേണ്ടി ഞാൻ വലിയ അമലാടിനായിട്ട് അറിയല്ല. നമ്മളതിലൊക്കെ എന്താ പാൾട്ട് കഴിവതും അതൊക്കെ കഴിഞ്ഞോടത്തോളം കിതാബിൽ എന്താ പറഞ്ഞത്, എന്താ നമ്മൾ പഠിച്ചത്, എന്താ നമ്മൾ പഠിച്ചു, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ അത് ഫലവത്താവുള്ളൂ. അങ്ങനെ ആയത്ത് പറഞ്ഞത് യൂത്തിൽ ഹിക്മത്തമ്മയേഷാ ഇങ്ങനത്തെ അമലും ഇൽമും ഒക്കെ ഉദ്ദേശിച്ച് അവൾ കൊടുക്കും. ഉമ്മയൂത്തൽ ഹിക്മത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. അതങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേപ്പുറമൊന്നുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ബഹുമാനപ്പെട്ട ദീനിന് വേണ്ടി ഒത്താശ ചെയ്യണം. ആളെ പേരും കർമ്മം മറ്റൊക്കെ ആണെങ്കിൽ യാതൊരു ഫലവും കിട്ടില്ല. പേരും പെരുമക്കുന്നാണെങ്കിൽ നമ്മൾ ചെയ്തു പോകരുത് എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഇനി പല ആളുകളും ഇവിടെ സംസാരിക്കാനുണ്ട്. അതിൽ സൗകര്യം പേര് ചെയ്തുകൊണ്ട് അബ്ദുൽ അഹ്ബാർ പറയുന്ന ഒരു വിഷയം, ഇന്ന ഇബ്ലീസ് കാന ഖാദിനൽ ജന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനെ ഇനിയുണ്ട്. 40,000 സന 40,000 കൊല്ലം സ്വർഗത്തിന്റെ കാവൽക്കാരൻ. അപ്പൊ മായൽ മലായിക്കത്ത് 80,000 സന മലക്കളോടുകൂടെ 80,000 കൊല്ലം. വാഴവൽ മലായിക്കത്ത 20,000 സന മലക്കുകൾക്കൊണ്ട് വാഴവായിട്ട് 20,000 കൊല്ലം നടന്നു. സയ്യിദൽ കെറൂബൈൻ എന്ന മലായിക്കത്തിന്റെ ആ സെറ്റിന്റെ പ്രസിഡന്റായിട്ട് നിലനിന്നു 30,000 സന 30,000 കൊല്ലം. സയ്യിദ് റൂഹാനിയീൻ അൽഫസന താഫ ഹൗലൽ അർശി അർശിന്റെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്ത് 14,000 സന 14,000 കൊല്ലം. ഇങ്ങനെ ചെയ്ത ആള് അവന്റെ പേര് ഒന്നാം ആകാശത്ത് ആബിദ് എന്നെല്ലാവരും മുസ്ലിം അവിടുന്ന് മലായിക്കത്തൊക്കെ, രണ്ടാമാകാശത്ത് റാഹിദ്, മൂന്നാം ആകാശത്ത് ആരിഫ്, നാലാം ആകാശത്ത് ഒലിജി,
5 തഖി, 6 ഖാസിൻ, 7 അസാദീൻ, ലൗഹിൽ മഹ്ഫൂൽ ഇബ്ലീസ്. ഇതിന് പേരില്ല. ടേബിളിലെ വേറെ പൈസങ്ങൾ വന്നു. അപ്പോൾ ഒഹുവ ഓഫിലൻ ആഖിബത്തി അംദിഹി, അവൻ അവസാനം വരാളതിനുമോ അശ്രദ്ധയി. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ബഹുമാനിച്ചില്ല. ആദം നബി അലൈഹിസ്സലാമിനെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, അതിനെപ്പറ്റി അവിടെ വിശദീകരണം കൊടുത്ത് മലക്കുകളോട് ശുദ്ധീകരിക്കാൻ പറഞ്ഞ് ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിർ. അപ്പം ഇബ്ർ, ഹസദ്, തഖ്വയും അമലൊക്കെ ഉണ്ടാവും തോറും കാകലാണ്, ഉണ്ടല്ല. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ തവാദുഉ മിൻ ശിയമിൽ കിറാം, താഴ്മ മാന്യന്മാരുടെ സ്വഭാവമാണ്. തകബ്ബുറു മിൻ ശിയമിൽ ലിആം, എരപ്പന്മാരുടെ സ്വഭാവമാണത്. എന്ന് മഹാനായ നബി കരീം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞത്. അപ്പം വളരെയധികം ശിക്ഷയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ ദുനിയാവും ആഖിറവും എല്ലായി മറ്റുള്ളവർക്ക് വലിയ ഉപകാരവുമായി. അന്നലക്ക് അല്ലാഹു നമ്മുടെ ഉസ്താദന്മാരൊക്കെ ജീവിച്ച മാതിരി നമുക്ക് ജീവിച്ച് ആ പുണ്യം കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഇതിൽ ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.